ഇപ്പോഴും വിഴിഞ്ഞത്ത് പ്രതിഷേധിക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾ. CPM-ന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം അവിടെ നടക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തും വരെ റോഡ് ഉപരോധം തുടരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. വിവരങ്ങളുമായി അഞ്ജു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഞ്ജു, നോക്കൂ, ഈ രാത്രിയിലും അവർ അവിടെ റോഡിൽ ഉപരോധിക്കുകയാണ്. കാരണം അവർക്ക് മറ്റു മാർഗങ്ങൾ, അവർ ഓരോ പ്രതിഷേധ മാർഗങ്ങൾ കണ്ടെത്തുമ്പോഴും അവർ അതിനായി തെരുവിലേക്ക് ഇറങ്ങുമ്പോഴും അവരുടെ ആവശ്യം ഏറ്റവും ന്യായമാണ്. നമുക്കിനി ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം അതുമാത്രമാണ്. പക്ഷെ അത് ചെയ്യുവാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. ഈ നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ആ ഒരു പ്രാധാന്യം സർക്കാർ അവർക്ക് കൊടുക്കുന്നില്ല എന്ന് വ്യക്തമാവുകയല്ലേ ഇന്നും ഈ രാത്രിയിൽ അവർക്ക് അവിടെ ഇരിക്കേണ്ടി വരുന്ന സാഹചര്യം? ജംഗ്ഷനിൽ തന്നെയാണ്. ഈ വിഴിഞ്ഞം ജംഗ്ഷനിലാണ് 1.5 മണിക്കൂറിലധികമായി CPIM-ന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. വിഴിഞ്ഞം ജംഗ്ഷനിലെ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് LDF-ന്റെ, അതായത് CPIM-ന്റെ നേതൃത്വത്തിൽ വലിയ സമരം നടത്തുന്നത്. ഇവിടെ മുൻ ഫിഷറീസ് മന്ത്രിയായിട്ടുള്ള മേഴ്സിക്കുട്ടിയമ്മയും അതുപോലെ തന്നെ ആനാവൂർ നാഗപ്പനും ഈ സമരത്തിലുണ്ടായിരുന്നു. ആനാവൂർ നാഗപ്പൻ ഇപ്പോഴും ഈ സമരത്തിലുണ്ടായിരുന്നു. ഇവിടെ ഈ റോഡിൽ കിടന്നുകൊണ്ടാണ് നിലവിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ ജോണിനെ കാണാതായിട്ട് ഇന്ന് 9 ദിവസമാകുകയാണ്. ഇതുവരെയും ജോണിനെ കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. സർക്കാർ സംവിധാനങ്ങൾക്കും അതിന് കഴിഞ്ഞിട്ടില്ല. നടപടികൾ ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ തിരച്ചിൽ മുൻകൈ എടുത്തുകൊണ്ട് നടത്താൻ ഒരു ഫിഷറീസ് വകുപ്പ് മന്ത്രിയോ അടക്കം സംസ്ഥാനത്തില്ലാത്ത തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ജോണിന്റെ കുടുംബത്തെ കണ്ട് ആശ്വസിപ്പിക്കാനോ ഒന്നും ഇതുവരെ സർക്കാർ തലത്തിലോ ആരും എത്തിയിട്ടില്ല. അത് ഫിഷറീസ് വകുപ്പ് മന്ത്രിയാകട്ടെ, മുഖ്യമന്ത്രിയാകട്ടെ, ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള വിൻസെന്റ് MLA ആവട്ടെ, അതുപോലെ തന്നെ MP ആയിട്ടുള്ള ശശി തരൂർ ആകട്ടെ, ആരും ഇതുവരെയും എത്തിയിട്ടില്ല. കുടുംബത്തിന് ഒരു ആശ്വാസ വാക്കടക്കം ഇവരിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള സർക്കാരിന്റെ ഈ കുടുംബത്തിനെതിരെയുള്ള അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കെതിരെയുള്ള ഈ സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്കിനെതിരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ CPIM-ന്റെ നേതൃത്വത്തിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ബന്ധപ്പെട്ട ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു അധികാരി ഇവിടെ വന്ന്, ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടികൾ, അതായത് തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇനി എന്താണോ ഇവരെടുക്കാൻ പോകുന്ന നടപടികൾ, അതിനെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ ഇവരോട് പറയാതെ ഈ റോഡ് ഉപരോധം അവസാനിപ്പിക്കത്തില്ലെന്നാണ് CPIM-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ആനാവൂർ നാഗപ്പൻ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ ഹോക്കി ദുരന്തം അടക്കമുണ്ടായപ്പോൾ കൃത്യമായി തന്നെ ഈ തെരച്ചിലിന്റെ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചതാണ്. ഈ റെസ്ക്യൂ ടീമിനെ അടക്കം എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തിരച്ചിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ 9 ദിവസമായി വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ജോണിനെ കാണാതായിട്ട്. പക്ഷേ ഇതുവരെയും ജോണിനെ കണ്ടെത്താനുള്ള നടപടികൾ ഏകോപിപ്പിക്കാനോ അല്ലെങ്കിൽ തിരച്ചിലിന് കൂടുതൽ സംഘത്തെ ഇവിടേക്ക് എത്തിക്കാനോ ഒന്നും ഈ സർക്കാർ തലത്തിലും ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലും ഒരു ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് വലിയ സമരം ഇവിടെ CPIM-ന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഇന്ന് 9ാം ദിവസമാണ്. ഈ രാത്രി കൂടി കഴിഞ്ഞാൽ നാളെ 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. മത്സ്യത്തൊഴിലാളി ഈ ജോണിന്റെ കൂടെ മത്സ്യബന്ധനത്തിന് പോയ ആളുകൾ കൃത്യമായി തന്നെ വന്ന് പറഞ്ഞതാണ് എത്ര നോട്ടിക്കൽ അകലെ വെച്ചിട്ടാണ് ഇവരുടെ വള്ളം പറയുന്നത്, അപകടം ഉണ്ടാകുന്നത് എന്നടക്കമുള്ള എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞിട്ട് പോലും ആദ്യ സമയങ്ങളിൽ, അതായത് ക്രൂഷ്യലായിട്ടുള്ള ആദ്യ മണിക്കൂറുകളിൽ പോലും ഒരു കൃത്യമായ തെരച്ചിൽ നടത്താനോ അല്ലെങ്കിൽ നടപടികൾ ഏകോപിപ്പിക്കാനോ ഒന്നും സർക്കാർ തലത്തിലോ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലോ ഒന്നും നടന്നിട്ടില്ല. അതിലെല്ലാം പ്രതിഷേധിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടക്കം മുതൽ കുടുംബവും മറ്റ് സംഘടനകളും DYFI-യും CPIM-ഉം അടക്കമുള്ള സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ഇവരുടെ ആവശ്യം. ആ നടപടികൾ, ആ ക്രൂഷ്യൽ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള സമയത്തെങ്കിലും കൃത്യമായി തന്നെ തെരച്ചിൽ നടത്തി ആ കുടുംബത്തിന്റെ ആശങ്കകൾ, കുടുംബത്തിന്റെ ആവലാതികളെല്ലാം തീർക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കാര്യങ്ങൾ എന്താണ് അടുത്ത നടപടി എന്ന് അറിയിക്കാതെ ഈ ഉപരോധം മാറ്റില്ല, ഈ ഉപരോധം നിർത്തില്ല എന്ന കാര്യമാണ് ഇവർ അറിയിക്കുന്നത്. ഇവിടെ നിലത്ത് കിടന്നുകൊണ്ട്, അതായത് ഈ റോഡിൽ കിടന്നുകൊണ്ട് അടക്കമാണ് ഈ CPIM-ന്റെ പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഫിഷറീസ് വകുപ്പിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥ ഇവിടെ എത്തുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 1.5 മണിക്കൂറിലധികമായി ഈ വിഴിഞ്ഞം ജംഗ്ഷനിൽ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ, അതുപോലെ തന്നെ ഈ സ്ഥലം MLA ആയിട്ടുള്ള വിൻസെന്റിന്റെ, ശശി തരൂർ MP അങ്ങനെ അടക്കമുള്ള എല്ലാവരുടെയും നിരുത്തരവാദപരമായ പെരുമാറ്റത്തിനും നടപടികൾക്കുമെതിരെ CPIM-ന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം റോഡ് ഉപരോധിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന സിന്ധൂരി. എന്തായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഇവർ ഈ സമരം നിർത്തത്തുള്ളൂ എന്ന കാര്യമാണ് അറിയിക്കുന്നത്. കാരണം മത്സ്യത്തൊഴിലാളി കുടുംബത്തെയും മത്സ്യത്തൊഴിലാളി ആ ഒരു പ്രദേശത്തെ ഒന്നാകെ അവഹേളിക്കുന്ന തരത്തിലാണ് നിലവിൽ ഭരണം മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരണം അടക്കം വരുന്നത്. അതിനെതിരെയൊക്കെയാണ് ഇവർ
അവർ ഓരോ മുദ്രാവാക്യങ്ങളടക്കം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ സമരം നിർത്തണമെങ്കിൽ അല്ലെങ്കിൽ ഈ റോഡ് ഉപരോധം അവസാനിപ്പിക്കണമെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടക്കണം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കൃത്യമായി ഇവരോട് സംസാരിക്കണം എന്നാണ് ആവശ്യം. അത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അവർക്ക് മുന്നോട്ട് പോകുന്നത്. 1.5 മണിക്കൂറിലധികമായി സിന്ദൂരി ഈ സമരം ഇവിടെ തുടങ്ങിയിട്ട്. ശരി അഞ്ജു, അവിടെ മഴയുണ്ട്. 1.5 മണിക്കൂറായി അവർ ആ റോഡിലിരുന്ന് ഉപരോധിക്കുകയാണ്. അവരുടെ ആവശ്യം ഒരു ഉദ്യോഗസ്ഥൻ അവിടെ എത്തി ഉത്തരവാദിത്തോടെ ഇനിയുള്ള കാര്യങ്ങൾക്കെങ്കിലും ഏകോപനം കൊടുക്കണം, അവർക്ക് ഉറപ്പ് നൽകണം എന്നുള്ളതാണ്. 1.5 മണിക്കൂറായിട്ട് ആ ഉദ്യോഗസ്ഥനെ അവിടേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ ഈ അലംഭാവം, ഈ ഒരു അവഗണന സർക്കാർ തുടരുകയാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കുവാൻ. എന്തായാലും ഇനി അധിക സമയം എടുക്കാതെ അവിടെ ഉദ്യോഗസ്ഥൻ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്.